ഇസ്രായേലികളെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റണമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാംചി പ്രഖ്യാപിച്ചു. ഗസയിലെ പലസ്തീനുകളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി. ലോകത്താകമാനമുള്ള വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രാജ്യം ഇസ്രായേലാണ്. അവരെ ഗ്രീൻലാൻഡിലേക്ക് മാറ്റുന്നതോടുകൂടി അവിടത്തെയും ഇവിടത്തെയും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുകയും ലോകത്ത് സമാധാനമുണ്ടാവുകയും ചെയ്യും എന്നാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി പാലസ്തീനിലെ ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പ്രതികരിച്ചത്. നിങ്ങൾ നോക്കൂ, എത്ര സമാധാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പലസ്തീനികൾ ജീവിച്ചിരുന്നത് 948 വർഷങ്ങൾക്ക് മുൻപ്. ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഭൂപ്രദേശത്ത് ഉണ്ടായതോടുകൂടി ആ മേഖല മാത്രമല്ല, ലോകത്താകമാനം സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തെ നമ്മൾ കാണുന്നു. ഇന്ന് ഏകദേശം 45,000-ത്തിലധികം പാലസ്തീനികളെ, കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഇസ്രായേൽ കൂട്ടക്കൊരുതി ചെയ്ത്, അവിടെ യഥാർത്ഥത്തിൽ യുദ്ധമല്ല നടക്കുന്നത്, വംശീയ ഉന്മൂലനമാണ്. ഇത് അന്താരാഷ്ട്ര കോടതിക്കും അത് ഐക്യരാഷ്ട്രസഭയ്ക്കും കൃത്യമായി അറിയുന്നതാണ്. ലോകം മുഴുവനും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതാണ്. എന്നിട്ട് ഇപ്പോൾ പറയുന്നു, അവിടെ ശേഷിക്കപ്പെടുന്ന പാലസ്തീനികൾ രാജ്യം വിട്ടുപോകണം, അവർ ജനിച്ച് അവർ വളർന്ന് അവർ ജീവിക്കേണ്ട ദേശം വിട്ടു പോകാൻ. അത് പറയാൻ ട്രംപ് ആരാണ് എന്നാണ് വിദേശകാര്യമന്ത്രി ചോദിക്കുന്നത്. അവനവന്റെ ദേശത്ത് ജീവിക്കുക എന്നുള്ളത് മൗലികമായിരിക്കുന്ന പൗരന്റെ അവകാശത്തിന്റെ ഭാഗമാണ്. അത് ചോദ്യം ചെയ്യാൻ ഒരു ഭരണാധികാരികൾക്കോ ഒരു ഭരണത്തിനോ അധികാരമില്ല. ട്രംപിന്റെ പിന്നാമ്പുറം പരിശോധിച്ചുകൊണ്ട് അയാളാണ് രാജ്യം വിട്ടു പോകേണ്ടത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്ന രീതിയിലാണ് യഥാർത്ഥത്തിൽ വിദേശകാര്യമന്ത്രിയുടെ പരാമർശം പോകുന്നത്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം അസ്വസ്ഥരാണ് അമേരിക്കയും ഇസ്രായേലും. എന്തുകൊണ്ട്? അവർക്ക് പാലസ്തീനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. മുൻപും ഇതേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും വംശീയ ഉന്മൂലനം നേരിട്ട ദേശമാണ് പാലസ്തീൻ എന്ന് പറയുന്നത്. അവരെ ഇല്ലാതാക്കാനും രാജ്യം വിട്ടുപോകാനും പല ഘട്ടങ്ങളിലും പല അമേരിക്കൻ ഭരണാധികാരികളും പല ഇസ്രായേൽ ഭരണാധികാരികളും അവർക്ക് സപ്പോർട്ട് ചെയ്ത് പല യൂറോപ്യന്മാരും പല ഘട്ടങ്ങളിലും മുന്നോട്ട് വന്നതാണ്. അവർക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയതാണ്. അതിനൊക്കെ അതിജീവിച്ചവരാണ് പലസ്തീനികൾ. അവരുടെ ദേശത്തു നിന്ന് അവരെ കുടിയേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ലോകത്ത് ഒരു സൈനിക ശക്തികൾക്കും സാധിക്കാത്ത കാര്യമാണ്. എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കുടിവെപ്പിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ആകമാനം സമാധാനം ഉണ്ടാകും എന്നുകൂടി അബ്ബാസ് അരാംചി ഒരു അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പറയുകയാണ്. എന്താണ് ഇപ്പോഴത്തെ മിഡിൽ ഈസ്റ്റിന്റെ അവസ്ഥയും സ്ഥിതികളും എന്നതിനെക്കുറിച്ചൊക്കെയാണ് അവലോകനം. നമ്മൾ കുറച്ച് പുറകോട്ട് പോയി നോക്കാം. 1948 യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ നിന്ന് ഇസ്രായേൽ സ്വതന്ത്രമായതല്ല, അവർ തന്നെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടന്റെയും അമേരിക്കയുടെയും പിന്തുണയോടുകൂടിയാണ് അന്നും അവർ ഈ ഏകാധിപത്യം പ്രവർത്തിച്ചത്. പാലസ്തീന്റെ ഭൂപ്രദേശം പിടിച്ചടക്കിക്കൊണ്ട് അവരുടെ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. അന്നും ഇറാൻ അംഗീകരിച്ചിട്ടില്ല, ഇന്നും അംഗീകരിച്ചിട്ടില്ല, ഇനി അംഗീകരിക്കാൻ പോകുന്നുമില്ല. ഇതാണ് ഇറാന്റെ കൃത്യമായിരിക്കുന്ന പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട നിലപാട്. 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്താണ് അമേരിക്ക ചെയ്ത പ്രവൃത്തി? പാലസ്തീനുകളെ അറബ് രാജ്യങ്ങളെ ഒറ്റുകൊടുക്കുകയായിരുന്നു. മുസ്ലിം രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്ന പണിയാണ് അന്ന് ഫ്രാൻസും അമേരിക്കയും ചെയ്തത്. അങ്ങനെയാണ് ഇസ്രായേൽ യുദ്ധത്തിൽ വിജയിക്കുന്നത്, അല്ലാതെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയതൊന്നുമല്ല. കാര്യം എന്ന് പറയുന്നത്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് തന്നെ രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ ചോർത്തി കൊടുത്തുകൊണ്ട് ആ അവസരവും സാഹചര്യങ്ങളും ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ സൈന്യം അറബ് രാജ്യങ്ങളുടെയും അവരുടെ സൈനിക മേഖലയും ആക്രമിക്കുകയായിരുന്നു. ഇത് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്താണ് പിന്നീടുള്ള അറേബ്യൻ മേഖലയുടെ വളർച്ച. അത് പാലസ്തീനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾ ഇസ്രായേലിനെ മനസ്സിലാക്കുന്നു. ഞങ്ങൾ അന്ന് 1967 അറബ് ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് ഇറാൻ. ഞങ്ങളന്ന് സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊന്നും അല്ലായിരുന്നു. അന്ന് ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യം ഈജിപ്തായിരുന്നു. ഈജിപ്തിന്റെ നേതൃത്വത്തിലാണ് ആ യുദ്ധങ്ങളൊക്കെ നടന്നത്. പക്ഷെ പരാജയപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാരണം ഒറ്റിന്റെ പണിയെടുത്ത് അവർ നമ്മളെ പരാജയപ്പെടുത്തി എന്ന് മാത്രം. പിന്നീട് ഇസ്രായേൽ എന്താണെന്നും അവരുടെ സ്ഥിതികൾ എന്താണെന്നും അവരുടെ സൈനിക ബലവും ശക്തിയും അവരുടെ മുന്നേറ്റവും അവർ ലോകത്തെ കാണുന്നതും ലോകം അവരെ കാണുന്നതിനെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യമായി ഞങ്ങൾ ചെയ്തത്. അപ്പൊ നമ്മൾ മാത്രമല്ല, നമ്മുടെ ദേശവും ദേശത്തിലെ സമ്പത്തും ദേശത്തിലെ പൗരന്മാരും അതേപോലെ തന്നെ അത് സംരക്ഷണം നൽകുന്ന ആയുധ സാമഗ്രികളും സംവിധാനങ്ങളും സുരക്ഷിതമായിരിക്കണം. അത് വളരെ കർക്കശമായിരിക്കുന്ന ഒരു നിലപാടായിരുന്നു ഇറാൻ്റെത്. അതുകൊണ്ടാണ് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും തങ്ങളുടെ സൈനികപരമായിരിക്കുന്ന ബന്ധപ്പെട്ട കാര്യവും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുകയോ സുരക്ഷിത കേന്ദ്രങ്ങളിൽ നിർമ്മിക്കുകയോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞത്.
ഇപ്പോഴും ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ പല പരാമർശങ്ങളുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി അമേരിക്കക്കോ ഇസ്രായേലിനോ കാണാത്ത വിധമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സംവിധാനം അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്ത വിധമാണ് സുരക്ഷാ കേന്ദ്രങ്ങളിൽ അവതങ്ങൾ ഉണ്ടെങ്കിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ പോകുന്നത്. കടൽ തുരന്നുകൊണ്ട് കടലിന്റെ അടിയിൽ ഞങ്ങൾ വൈമാനിക താവളങ്ങൾ വരെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നവർ പറയുന്നു. പർവ്വതങ്ങൾക്കടിയിലും അങ്ങനെയുണ്ട്. അപ്പോൾ ഒരു സൈനിക ബലമുള്ള ഒരു രാജ്യം ഏതൊക്കെ തരത്തിൽ തങ്ങളെ ആക്രമിക്കാൻ പറ്റും, അങ്ങനെ ശ്രമിക്കും എന്ന് കൃത്യമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത് ഞങ്ങൾ മാത്രമല്ല. ലെബനാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ ഫലസ്തീൻ അങ്ങനെ പഠിച്ചിട്ടുണ്ട്, അതോടൊപ്പം തന്നെ യമനും അങ്ങനെ പഠിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ചവരാണ്. അവരാദ്യം തന്നെ ആക്രമിക്കാൻ പോയതല്ല, അവരുടെ ദേശവും അവരുടെ ആയുധങ്ങളും അതിന്റെ സംവിധാനങ്ങളും സുരക്ഷിതമായിരിക്കുന്ന ഇടത്തിലേക്ക് മാറ്റി അതിന് പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതത്വം നൽകിയ ശേഷമാണ് ആക്രമിക്കാൻ നിന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും യമൻ എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ കപ്പലിന് നേരെയും ആ മേഖലയുള്ള ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കപ്പലുകൾ നേരെയും ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അവർ 100% അവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലെബനാന്റെ കാര്യത്തിൽ വെടിനിർത്തൽ കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നല്ലാതെ കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ആരോടാ പറഞ്ഞത്? ഇസ്രായേൽ ലെബനാനോടാണ് പറഞ്ഞത്. അങ്ങനെയാണ് അവിടെ ആ കരാർ വ്യവസ്ഥ വന്നത്. എന്തുകൊണ്ട് പാലസ്തീന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നു? മാത്രമല്ല 1 വർഷവും 4 മാസവും കഴിഞ്ഞിട്ട് അവരിപ്പോഴും ആക്രമിക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ തയ്യാറാണെന്ന് ഫലസ്തീനുകൾ പറയാനുള്ള കാരണം എന്താണ് ഇസ്രായേൽ എന്നുള്ളതും അവരുടെ സൈനിക ബലം എത്രയുണ്ട് എന്നുള്ളതും ശക്തി എങ്ങനെയാണ് എന്നുള്ളതും അവർ ഏത് തരത്തിലാണ് യുദ്ധം ചെയ്യുക എന്നുള്ളതും പഠിച്ചും മനസ്സിലാക്കിയും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നതിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഗസക്കാരെ മാറ്റുകയല്ല വേണ്ടത്, പകരം ഇസ്രായേലിനെ മാറ്റണം, ഗ്രീൻലാൻഡിലേക്ക് നാട് കടത്തണം. ഞങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാവുന്നതാണ്. അതിന്റെ സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ വലിയ രീതിയിലുള്ള മുറിപ്പാടായിരിക്കും അമേരിക്കക്കും ഇസ്രായേലിനും മേഖലയിൽ വെച്ച് ഉണ്ടാവുക. അതൊരു നിസ്സാരമായിരിക്കുന്ന യുദ്ധത്തിൽ അത് അവസാനിക്കുകയില്ല. ചരിത്രത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കും അവർ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവരുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മുറിവേൽക്കുന്ന ഒരു യുദ്ധമായി അത് അവസാനിക്കും എന്ന് തന്നെ പറയുന്നു. സംഭവം ഇറാഖിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് പറയുന്നു, ഇറാഖ് അവിടെ പരാജയപ്പെട്ടു, അവിടെ അമേരിക്കക്ക് ആധിപത്യം ഉണ്ടായി, സദ്ദാം ഹുസൈൻ പരാജയപ്പെട്ടു, അദ്ദേഹത്തിന് തൂക്കിക്കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ അവിടെ അമേരിക്കയുടെ സൈനികർ അവരുടെ കണക്ക് പ്രകാരം 5000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് നിസ്സാരമായിരിക്കുന്ന ഒരു സൈനിക എണ്ണമായിട്ട് കാണാൻ വേണ്ടി സാധിക്കില്ല. ആ യുദ്ധ കാലഘട്ടത്തിൽ ന്യൂയോർക്കിലേക്ക് പറന്ന് ഇറങ്ങുന്ന വിമാനത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 20 അമേരിക്കൻ സൈനികരുടെ മൃതദേഹങ്ങളെങ്കിലും ഉണ്ടാകുമായിരുന്നു എന്ന് പിന്നീടെങ്കിലും BBC അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. അതുകൊണ്ട് പ്രതിരോധം ഉണ്ടാക്കാത്ത ഒരു സാഹചര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. ആ പ്രതിരോധത്തിന്റെ സൈനിക ബലം 10 മടങ്ങ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഏതൊരു പ്രവൃത്തിയും മാരകമായിരിക്കുന്ന മുറിവേൽക്കുന്ന സ്ഥിതിവിശേഷം അമേരിക്കക്കും ഇസ്രായേലിനും ഉണ്ടാകും എന്നുകൂടി യഥാർത്ഥത്തിൽ ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാച്ചി പറഞ്ഞു വെക്കുകയാണ്.